അമ്പിളി അമ്മാവ താമരക്കുമ്പിളിൽ എന്തെങ്കിലും ഉണ്ടോ? താഴോട്ടു പോരുമ്പം എന്തെങ്കിലും സാധനം കൊണ്ടുവരൂ. താഴോട്ടു പോരുമ്പം ശനിയാഴ്ചയോ ഞായറാഴ്ചയോ ഒഴിവുള്ളപ്പോ മതി. എന്തെങ്കിലും സാധനം കൊണ്ടുവരൂ. അത് ഈ വഴുതനയും വെണ്ടയ്ക്കൊന്നും വേണ്ടട്ടാ. പച്ചക്കറി ഇന്ന് പണ്ടാറടയും കിടക്ക. അല്ല ചിക്കനോ അല്ലെങ്കിൽ മട്ടനോ എന്തെങ്കിലും ഒഴിവുണ്ണി കൊണ്ടുവരും. എന്തൊരു ക്യൂട്ടാണ്, എന്തൊരു സ്വീറ്റാണ്. ഈ കുഞ്ഞിനെ കൊണ്ടുവന്ന് ഞങ്ങളെ അപമാനിക്കാനാണോ? നിങ്ങൾക്ക് 7 വർഷമായിട്ടും തിരിച്ചറിവ് വന്നില്ല. തിരിച്ചറിവിന് വേണ്ടിയാ ഈ ഒരു ആറ്റം ബോംബ്. ഈ കുട്ടിയുടെ ഉപ്പ ഉമ്മ എവിടെ? ആ ഉമ്മ അവിടെ, ഉപ്പ അവിടെ ഉണ്ട്. എന്റെ പേരെന്താ? ഉപ്പുമാവ്. എങ്ങനെയാ അവൻ ഇത്ര ലൈക് സ്മാർട്ടായിട്ട്? ഉമ്മയുടെ കഴിവാന്ന് തോന്നുന്നു. ഞങ്ങളുടെ ടീച്ചർമാരുടെ കഴിവ്, ഞങ്ങളുടെ സ്കൂളിന്റെ കഴിവ് അടിപൊളി. പിന്നെ ഞങ്ങൾ അവന് ഫുൾ സപ്പോർട്ടാണ്. അടിപൊളി. അവന് ഈ ഇരിക്കുന്ന ജെൻസിനെ എല്ലാം അറിയാം. ലേഡീസിനെ ഐഷുവിനെ അറിയൂ, ശ്രീവിദ്യനെ അറിയാം, പിന്നെ ഡയാനയെ അറിയാം. അനുമോളെ കാണാൻ അവൻ കൂടുതലും വന്നത്. ശരിക്കും അനുമോളെ അന്വേഷണം പറയാട്ടാ. അനുവിനെ കണ്ടില്ലേലും അനു തേച്ച ഒരാൾ വിട്ടിട്ടുണ്ട്, അദ്ദേഹത്തെ കാണിക്കാം. ഞങ്ങൾ കോവിഡിന്റെ സമയത്ത് കൂടുതൽ എൻജോയ് ചെയ്ത് നിങ്ങളുടെ ഈ പ്രോഗ്രാമാണ്. താങ്ക് യു. പിന്നെ ഇങ്ങോട്ട് ഇപ്പൊ എനിക്ക് കുറച്ച് ദിവസം കൊണ്ട് കാണാൻ പറ്റത്തില്ല. കാരണം ഞങ്ങള് ബിസിനസ് ആയിട്ട് ഇങ്ങനെ, ബിസിനസ് എന്ന് വെച്ചാൽ വലിയൊരു ബിസിനസ് ഒന്നും അല്ല, ഞങ്ങളുടെ ബിസിനസ് ചെറുതാണ്, അത് ഞങ്ങൾക്ക് ഏറ്റവും വലുതാണ്. അപ്പം സത്യം എന്താണ് ബിസിനസ്? എന്താണ് എന്താ ചെയ്യുന്നത് അറിയില്ല. അല്ലാതെ പറയണം. അല്ലല്ല അല്ല, അതെന്താ പറയാൻ പറ്റാത്ത ബിസിനസ് ആണോ? അല്ലല്ലോ. പറയാൻ പറ്റും. കച്ചവടത്തിന് പോകും ഞങ്ങള്, കച്ചവടത്തിന്. ചേച്ചി ഞങ്ങൾ ഉത്സവ കച്ചവടക്കാരാണ്. ഞങ്ങൾ സ്റ്റേജിൽ പെർഫോം ചെയ്ത് ജീവിക്കണവരാണ്. അത്രയുള്ളൂ. പറയില്ലാന്ന് പറഞ്ഞത് ആക്ഷേപം കൊണ്ടല്ല, സുഗന്ധം മുറുക്കാനാണ്. അപ്പൊ നിങ്ങൾ പറയാ കൊച്ചങ്ങനെ ഇങ്ങനെ ആവാതിരിക്കുമെന്ന്, അതുകൊണ്ടാണ് ഞങ്ങൾ അവന് ബോൾഡായിട്ടാ വളർത്തുന്നത്. കാരണം നമ്മുടെ ബിസിനസ് ഇതാണെങ്കിലും അവൻ നാളെ വളർന്നു വരുമ്പം ഈ നിലയിലാവരുത്, വലിയ നിലയിലാവരുത്. എന്ത് സുഗന്ധം മുറുക്കാനല്ലേ ഇവിടെ കഞ്ചാവ് വിൽക്കുന്നോ ഞെളിഞ്ഞു കിടക്കുക. ഇവിടെ ഇതൊന്നും മനസ്സിലാവേണ്ട ഒരാളെ എനിക്ക് പാട്ട് കേട്ട് പറ്റൂ. ഞാൻ പാടിയിരിക്കും. ശരി, അങ്ങനെയാണെങ്കിൽ ടീം വരും. അപ്പൊ മകന് വേണ്ടിട്ട് ടീം പാടാൻ പോവാണ്. ടീം മാമൻ ഈ ഒറ്റ പ്രാവശ്യം ചോദിക്കോളൂ, ഇനി ചോദിക്കൂല. ഓർക്കസ്ട്രയ്ക്ക് വണ്ടി റെഡി ആയിട്ടുണ്ട്. കൂടെ പാടുവോ? La 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 la. ലിച്ചിയേ എൻ്റെ ലിച്ചിയേ മണമുള്ള നിന്റെ സ്പ്രേ ഏതാ? ലിച്ചിയേ എൻ്റെ ലിച്ചിയേ മണമുള്ള നിന്റെ സ്പ്രേ ഏതാ? ലാ 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 la 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 la. അച്ചാമേ എൻ്റെ അച്ചാമേ അച്ചപ്പം ചുട്ടോ അച്ചാമേ. അച്ചാമേ എൻ്റെ അച്ചാമേ അച്ചപ്പം ചുട്ടോ അച്ചാമേ. la 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 la. La 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 la. ചോച്ചാമേ എൻ്റെ ചോച്ചാമേ രുചിയുള്ള നിന്റെ കറി കൊള്ളാം. ചോച്ചാമേ എൻ്റെ ചോച്ചാമേ രുചിയുള്ള നിന്റെ കറി കൊള്ളാം. la 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 la. ലിച്ചിയേ എൻ്റെ ലിച്ചിയേ മണമുള്ള നിന്റെ സ്പ്രേ കൊള്ളാം. ലിച്ചിയേ എൻ്റെ ലിച്ചിയേ മണമുള്ള നിന്റെ സ്പ്രേ കൊള്ളാം. la 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 la. വായിക്കുന്ന വല്ല പ്രശ്നമുണ്ട്? വായിക്ക് വല്ല പ്രശ്നമുണ്ട്? വേറെ ഒരു പാട്ട്
അല്ല എന്റെ വായിക്കകത്ത് വല്ല പ്രശ്നമുണ്ടോ എന്ന് ചോദിക്കാൻ കാരണം എന്താണ് വ്യക്തമായിട്ട് ഒന്ന് പ്രശ്നം ഇവനൊരു വേറെ പ്രശ്നം പാട്ടില്ലേ ഒറ്ററിനുള്ള എന്താ വേറെ പാട്ടൊന്നുമില്ലേ ഒറ്ററിനുള്ള യൂട്യൂബിലുള്ളോ വേറൊരു അറിയിപ്പോടെ വന്നിട്ടുണ്ട്. മലയാള അക്ഷരമാലയിൽ നിന്ന് ല എന്ന അക്ഷരം പ്രാധാന്യമില്ലാതെ